നമസ്കാരം. മലയാളി യുവാവിനെ ഗുൽമാർഗിലെ വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശിയായ യുവാവിനെയാണ് ജമ്മു കാശ്മീരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കരുവാൻതൊടിയിൽ 27 വയസ്സുള്ള മുഹമ്മദ് ഷാനിബാണ് മരിച്ചത്. അബ്ദുൾ സമദ് ഹസീന ദമ്പതികളുടെ മകനാണ് ഷാനിബ്. ചൊവ്വാഴ്ച രാത്രിയാണ് ബന്ധുക്കൾ വിവരം അറിയുന്നത്. ഗുൽമാർഗ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുന്നത്. ഷാനിബ് ബംഗളൂരുവിൽ വയറിംഗ് ജോലിയാണ് ചെയ്തിരുന്നത്. ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഗുൽമാർഗിലെ വനത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തുന്നത്. 10 ദിവസത്തോളം മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന യുവാവ് എങ്ങനെ ജമ്മു കാശ്മീരിൽ എത്തിയെന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമല്ല. ഏപ്രിൽ 13-നാണ് ഇയാൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അതേസമയം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യ അതിർത്തിയിലെ അവസാന ഗ്രാമമായ സലാമാബാദിലെ വീടുകൾ തകർന്നു. ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുള്ള ഗ്രാമമാണ് സലാമാബാദ്. 2 കുട്ടികൾക്ക് പരിക്കേറ്റതായും അവർ ബാരാമുള്ളയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും ആക്രമണത്തെ തുടർന്ന് പുക ഉയരുന്നുണ്ട്. കൂലിപ്പണി ചെയ്യുന്ന സാധാരണക്കാരുടെ വീടുകളാണ് ഇവർ തകർത്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നടപടിയിലൂടെയാണ് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത്. കര, വ്യോമ, നാവികസേനയുടെ സംയുക്ത നീക്കത്തിലൂടെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചത്. ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, ഭീകര കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് സൈന്യം ഓപ്പറേഷൻ നടത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം. അതിർത്തിയിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ 10 ഗ്രാമവാസികൾക്ക് ജീവൻ നഷ്ടമായെന്നാണ് അറിയുന്നത്. ഇന്ത്യയിലെ ആക്രമണത്തിന് പിന്നാലെ പഞ്ചാബ് പ്രവിശ്യയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശുപത്രികളും സുരക്ഷാ സേനയും അതീവ ജാഗ്രതയിലാണ്. പാകിസ്ഥാനിൽ വലിയ പരിഭ്രാന്തിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ പാകിസ്ഥാനെതിരെ ഉണ്ടായ ആക്രമണം അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു. മന്ത്രിസഭാ സമിതി യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. 9 ഭീകര ക്യാമ്പുകൾ കൃത്യതയോടെ ആക്രമണം നടത്താൻ സാധിച്ചുവെന്നും ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രത്യാക്രമണം എല്ലാവർക്കും അഭിമാനമാണെന്ന് മോദി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിൽ മറ്റു മന്ത്രിമാരും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചിരുന്നു.